Hello guys, welcome back to my channel Living the American Dream. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ ആണ്. നമ്മൾ മലയാളത്തിലെ ആദ്യത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ ഇന്ന് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ പോവാണ്. അമേരിക്കയിൽ ആദ്യമായിട്ട് നമ്മുടെ വാക്സിൻ കൊടുത്തു തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ ന്യൂജേഴ്സിയിൽ പ്രത്യേകിച്ച് ഇന്നാണ് ആദ്യത്തെ ദിവസം. അത് December 15 നമ്മൾ ഹോസ്പിറ്റലിലാണ് അതിൻ്റെ പൈലറ്റ് പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈസറിൻ്റെയും ബയോടെക്കിൻ്റെയും വാക്സിനേഷനാണ് അവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ പറയുക, കുറേ നാളായി ഈ കോവിഡായിട്ട് ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ വാക്സിൻ എടുക്കണം, വാക്സിൻ എടുത്തിട്ട് വേണം കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്തെല്ലാം സെറ്റപ്പ് ആവാനെ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയാം കുറേ ആൾക്കാർ ഭയങ്കര കൺസേൺ ആണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്കുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. So hope you like the video. Let's go and get the vaccine. അപ്പോൾ ഗൈസ്, അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ വാക്സിൻ എടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു, എൻ്റെ ബോഡി എങ്ങനെ എന്നെ റിയാക്ട് ചെയ്തു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയണ്ടേ എങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്, സംഭവങ്ങൾ. അപ്പോൾ എനിക്ക് മൊത്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എങ്കിലും കുറച്ച് പാട്ടുകളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് വാ. അതുകൊണ്ട് പോയി നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നാൽ പോയി കണ്ടിട്ട് വാ. ഫൈനലി ദ ഈസ് ഹിയർ. ഞാൻ വാക്സിൻ എടുക്കാൻ പോവാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അവിടെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ സമ്മതിക്കുമായിരിക്കും. എനിവേ, അത് കീപ് യു അപ്ഡേറ്റഡ്, കീപ് വാച്ചിങ്. ഇതാണ് നമ്മുടെ വാക്സിൻ ക്ലിനിക്. നോക്കാം. അങ്ങനെ എൻ്റെ വാക്സിൻ എടുക്കാനുള്ള രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരായി പോയി വാക്സിനേഷൻ എടുക്കണം. ഇവിടെ കുറേ മീഡിയ ഉണ്ട്. നമ്മുടെ ഏഷ്യൻ ന്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള പല മീഡിയകളും ഇവിടെ ഉണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ടൈമായപ്പോൾ അവരെന്നെ വിളിച്ചു. അവരെന്നെ ഒരു ചെയറിൽ കൊണ്ട് നിർത്തി. ഇവിടെ ഒരു 10 ചെയർ ഇട്ടുണ്ട്. നമുക്കവർ നമ്മുടെ വാക്സിനെ കുറിച്ചുള്ള ഒരു ലെക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അപ്പോൾ ഞാനങ്ങനെ നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് രജിസ്ട്രേഷൻ കാർഡാണ് തന്നേക്കുന്നത്, CDCയുടെ രജിസ്ട്രേഷൻ കാർഡാണ്, അതും തന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്താണ് കോവിഡ് വാക്സിൻ, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് പേപ്പറിലുള്ളത്. അപ്പോൾ ഞാൻ ഇനി കോവിഡ് വാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫൈനലി എൻ്റെ ചാൻസ് വന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഷോട്ട് എടുക്കണ ആണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല, പക്ഷേ ഷോട്ട് എടുത്ത് ഞാൻ അറിഞ്ഞു പോലുമില്ല. കാരണം എക്സൈറ്റ്മെൻറ്റിൽ ആ പിഞ്ച് പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് ഷോട്ട് കിട്ടിയത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സ്ട്രെങ്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോഫാർ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഞാൻ പറയാം, എന്ത് കിട്ടിയില്ലുള്ളൂ. ഇനി ബാക്കി അതിന് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വൈകുന്നേരം ആകുമ്പോൾ പറയാം. സോഫാർ ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ അലൗഡ് അല്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ അവർ കാണാതെ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ എടുത്തതാണ്. അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ കമൻറ്റിൽ വന്നിട്ട് അങ്ങനെ ഹിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ബട്ട് സ്റ്റിൽ എനിവേ, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾക്ക് ഇത്രയും കണ്ടതിൽ നമുക്കൊരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും വാക്സിനേഷൻ വരിക എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്കിലും എനിക്കുണ്ടായ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ലക്കി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളികളിൽ ആദ്യത്തെ ഒരാളായിരിക്കാം, ഈ വാക്സിനേഷൻ കിട്ടുന്ന ആദ്യത്തെ ഒരാളായിരിക്കാം ഞാൻ. എനിക്കറിയത്തില്ല വേറെ മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ചിലപ്പോൾ ന്യൂയോർക്കിലാണ് 14th ആദ്യമേ റോൾ ഔട്ട് ചെയ്തത്. ന്യൂയോർക്കിൽ 14th ഏതെങ്കിലും മലയാളി പോയി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടി. ബട്ട് എനിവേ, പക്ഷേ എനിക്കൊരു കാര്യമായിട്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ആദ്യമായിട്ട് മലയാളത്തിൽ വ്ളോഗർ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയ ആയിട്ടുള്ള വാക്സിനിൽ മേ ബി എനിക്കായിരിക്കും ആദ്യത്തെ വാക്സിൻ കിട്ടിയത്. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ
ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ന്യൂജേഴ്സിയുടെ സ്റ്റേറ്റ് ഹോസ്പിറ്റലാണ്. അപ്പം ന്യൂജേഴ്സി സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ വാക്സിനേഷൻ കൊടുക്കുന്നത് ആദ്യത്തെ ദിവസം കൊടുക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. മർഫി എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ന്യൂജേഴ്സി ഗവർണർ. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ പുള്ളി വന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഞങ്ങളുടെ ഒരു നഴ്സാണ് ആദ്യമായിട്ട് ന്യൂജേഴ്സിയിലെ ആദ്യത്തെ വാക്സിൻ കൊടുത്തത്. അപ്പോൾ പുള്ളി വന്നു, പുള്ളിയുടെ ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഏഷ്യാനെറ്റിൽ നിന്ന് നമ്മുടെ ഷിജു ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ പോയി അതിൻ്റെ കവറേജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കവറേജ് കാണണമെങ്കിൽ നിങ്ങളുടെ അമേരിക്ക ഈ ആഴ്ചയിൽ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ കവറേജ് അതിലും ഉണ്ടാവും, അത് മിസ് ഔട്ട് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലിംസ് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യും. എങ്ങനെയായിരുന്നു നമ്മുടെ പ്രസ് കോൺഫറൻസ്, എങ്ങനെയാണ് അതിൻ്റെ വീഡിയോ സംഭവങ്ങൾ, എങ്ങനെ എത്ര പ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് വാ. Good morning, everybody. Let's hear it one more time for Maritza Beriquez. More on you in a minute. Thank you, Dr. Sharif El-Nahal, for welcoming us to University Hospital, to your extraordinary team, and to you and your colleagues. Thank you especially for your leadership in getting these first vaccinations to our heroic frontline healthcare workers. Year 4, and we're not going to let this moment go to waste. It was an incredible thrill to witness these first vaccinations. At my side was the First Lady of the great state of New Jersey, Tammy Murphy. We know this is not the end, but we know that we are witnessing at least the beginning of the end. ഈ ഫൈസർ വാക്സിൻ്റെ നമ്മൾ 2 ഡോസാണ് എടുക്കുന്നത്. ആദ്യത്തെ ഡോസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 21 ഡേയ്സ്, വിത്തിൻ 21 ഡേയ്സ് അല്ല, ഹാസ് ടു ബി 18th, 19th, 20th or 21 ഡേയ്സിന് മുന്നിൽ സെക്കൻഡ് ഡോസ് എടുക്കണം. 21 ഡേയ്സ് കഴിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ 21 ഡേയ്സിൽ എക്സാക്ട് ടു ബി ഓണസ്റ്റ് ഞാനിപ്പം 2 അപ്പോയിൻമെൻറ്റാണ് എടുത്തത്. ഒന്ന് നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, അത് കഴിഞ്ഞ് 21 ഡേ കഴിഞ്ഞ് എക്സാക്ട് 21 ഡേ കഴിഞ്ഞ് വേറൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു. അത് രണ്ടാമത്തെ ബൂസ്റ്റർ ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ്. 2 ഷോട്ട് എടുത്തെങ്കിലാണ് അതിൻ്റെ ഫുൾ എഫക്റ്റീവ്നെസ് കിട്ടത്തുള്ളൂ. അത് നമ്മുടെ മൊഡേണയ്ക്കാണെങ്കിൽ ഐ ബിലീവ് ഇറ്റ്സ് 28 ഡേയ്സ് അപ്പാർട്ട്. അപ്പം ഇത് നമ്മൾ ഫൈസർ 21 മൊഡേണ 28 ഡേയ്സ് അപ്പാർട്ടും നമുക്ക് 2 ഷോട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് വാക്സിനെ കുറിച്ച്. എല്ലാവരും ഈ കോവിഡ് വാക്സിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആക്റ്റീവ് അഡീനോ വൈറസ് എന്നുള്ളതാണ്. അതായത് സാധാരണ ഫ്ലൂ വാക്സിനൊക്കെ പോലെ ഒരു ആക്റ്റീവ് വൈറസ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബോഡി അതിനെ റിയാക്ട് ചെയ്ത് നമുക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. അതായത് നമ്മുടെ പ്രത്യേകിച്ച് ഫൈസർ അതും മൊഡേന ഉണ്ടാക്കുന്ന വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. mRNA, അതായത് മെമ്മറി RNA ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അവരെന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ജനറ്റിക് കോഡ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി, നമ്മുടെ സെല്ല് അതൊരു വൈറൽ പ്രോട്ടീൻ ഉണ്ടാക്കുകയും ആ പ്രോട്ടീനാണ് നമ്മുടെ ഈ കോവിഡ് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ പ്രതിരോധ ശക്തി നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും ഒരു ലൈവ് വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയല്ല ഇതുവഴി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലൂ വാക്സിൻ എടുക്കുന്ന ഒരു റിയാക്ഷൻ പോലും ഈ വാക്സിൻ എടുത്തുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഫ്ലൂ വാക്സിൻ എടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു പനി വരാറുണ്ട്, അല്ലെങ്കിൽ കൈക്ക് വേദന വരാറുണ്ട്. കൈക്ക് വേദന ഇപ്പോൾ മസിൽ പെയിൻ ചെറുതായിട്ടുണ്ട്, അല്ലാതെ ബോഡി ഏക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ വാക്സിൻ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഫീവറിൻ്റെ പരിപാടികളൊന്നും എനിക്ക് ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്മുടെ വാക്സിൻ പോയി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫൈസറിൻ്റെ വാക്സിൻ എടുക്കാൻ പറ്റും. കാരണം ഫൈസർ എന്ന് നിങ്ങൾക്കറിയാം, വളരെ പേര് കേട്ട ഒരു കമ്പനിയാണ്. വളരെ ഇതിന് മുന്നേ ഇഷ്ടം പോലെ വാക്സിൻ നിർമ്മിച്ചിട്ടുള്ള കമ്പനിയാണ്. ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം. പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് ഭയങ്കര കൺസേൺ ആയിട്ട് എന്നോട് ചോദിച്ചു എന്തിനാണ് നീ ആദ്യമേ തന്നെ എടുക്കുന്നതെന്ന്, എനിക്ക് എന്താണ് എൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലോങ് ടേം എഫക്ട്സ് ഉണ്ടാവോ, വാട്ട് ഇഫ് ഐ ഗ്രോ എ ടെയിൽ, എന്തെങ്കിലും സംഭവിച്ചാൽ സത്യം പറയട്ടെ, നമുക്ക് നിങ്ങളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വണ്ടിയിൽ പോകുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഒരു വണ്ടിയിൽ പോകുമ്പോൾ നിങ്ങളെടുക്കുന്ന റിസ്ക് എന്തോരമാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾ ഇടിക്കാം, നിങ്ങൾ മരണപ്പെടും. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത് സംഭവിക്കാം? ഇല്ല.
അപ്പം ഇതുപോലെ തന്നെയാണ്, നമുക്ക് റിസ്ക് എടുക്കാതെ ലൈഫിൽ ഒന്നും കിട്ടില്ല, റൈറ്റ്? അപ്പം ഞാൻ റിസ്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ റിസ്ക് എടുത്തതല്ല, ഞാൻ ട്രയൽ കഴിഞ്ഞ് നമ്മുടെ FDA എമർജൻസി ഓതറൈസേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഐ ഫീൽ സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഫൈസർ വാക്സിൻ ആൻഡ് ഐ ബിലീവ് ഇൻ സയൻസ്. അപ്പം ഇവർ 300,000 അല്ലെങ്കിൽ 30,000 പീപ്പിൾ ഇത്രയും ട്രയൽ നടത്തിയിട്ടാണ് ഈ വാക്സിൻ ഇറക്കിയിരിക്കുന്നത്. സോ ചുമ്മാ ഒന്നും അവർ പോയി ഏതെങ്കിലും ഒരു വാക്സിൻ അപ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത് ഞാൻ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളും കോൺഫിഡൻ്റ് ആയിരിക്കണം. കാരണം നമ്മൾ എല്ലാവരും എടുത്തെങ്കിലാണ് ഈ മഹാമാരീനെ നമുക്ക് ഈ ഭൂലോകത്ത് നിന്ന് കളയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര എല്ലാവരുടെയും ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുള്ള ചോദ്യം എൻ്റെ സൈഡ് എഫക്ട്സ് അറിയണമെന്നുള്ളത്. സോ ഫാർ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഐ ഫീൽ ഗ്രേറ്റ്, ഐ ഫീൽ സോ എക്സൈറ്റഡ്, ഐ ഫീൽ സോ റിലീവ്ഡ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ സോ ഫാർ ഒരു സൈഡ് എഫക്ട്സും ഇല്ല. പിന്നെ ലോങ് ടൈം സൈഡ് എഫക്ട്സ് ഐ ഡോണ്ട് നോ, നോബഡി നോസ്. ഇതിപ്പം ജനറ്റിക് കോഡാണ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ലോങ് ടൈമിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അതിന് നമുക്ക് അവരുടെ കയ്യിലും പ്രൂഫില്ല. ബട്ട് ഞാൻ സത്യം പറയാലോ, കോവിഡ് വന്നതിനേക്കാളും നല്ലതായിരിക്കും ഇതിൻ്റെ ഏത് സൈഡ് എഫക്ട്സും. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വിൽ ഓവർറൂൾ എനി റിസ്ക് ഓഫ് ദിസ് വാക്സിൻ. ഞാൻ നേരിട്ട് കണ്ടിട്ട്, ഞാൻ കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളായിട്ട് ഞാൻ പറയുകയാണ്. കോവിഡ് വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് കോവിഡ്, നിങ്ങൾക്കറിയാം, ഒരുപാട് പേർക്ക് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് കോവിഡ് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മൈൽഡ് ആയിട്ട് വന്നിട്ടുള്ളവരായിരിക്കാം. പക്ഷേ എനിക്കറിയാം, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗ്, പുള്ളി ഹീസ് വെരി എനർജറ്റിക്, വെരി അത്ലറ്റിക് പേഴ്സൺ. പുള്ളി ഒരു ശ്വാസം വലിക്കാൻ വേണ്ടി പാടുപെട്ട കഥ പുള്ളി എന്നോട് പറയുമ്പം എനിക്കറിയാം എന്തൊക്കെയാണ് ഈ കോവിഡ് വന്നാലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. കുറേ പേര് ലക്കി ആയിട്ടുണ്ട്, അവർക്ക് മൈൽഡ് സിംറ്റമായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, എത്ര പേര് മരിച്ചു. ഇപ്പം അമേരിക്കയിൽ തന്നെ ഇപ്പം 300,000 ആൾക്കാരാണ് മരിച്ചു പോയത് ഈ ഒരു വൈറസ് കാരണം. അപ്പം ഈ ഒരു ചെറിയൊരു വാക്സിൻ കൊണ്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ 95% എഫിക്കസിയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതിന് വെറും 60% ഉള്ളൂ, എങ്കിലും നമ്മളെല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ ഈ 94% എഫിക്കസിയുള്ള വാക്സിൻ എടുക്കാൻ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു മടിയും കാണിക്കരുത്. ധൈര്യമായി പോയി എടുക്കുക. ഞാനാണ് എൻ്റെ ലിവിങ് പ്രൂഫ്. ഞാൻ പറയാം, ഇനി ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു. ഇനി ഞാൻ ഒരു മാസം കഴിയുമ്പം നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ സത്യം പറയട്ടെ, ഞാൻ അടുത്ത അപ്പോയിൻമെൻറ്റ്, എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, അടുത്ത അപ്പോയിൻമെൻറ്റ് അത് ഹോസ്പിറ്റലിലുള്ള ശരിക്കും ജാനുവരി ലാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ടു മെസ്സേജ് മീ, ഐ വിൽ ടെൽ യു. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവങ്ങൾ തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വരുന്ന വീഡിയോയിലൂടെ തന്നെ അറിയാം. എനിക്ക് എന്തെങ്കിലും ക്ഷീണമോ, എനിക്ക് എന്തെങ്കിലും എൻ്റെ വാല് മുളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ വാല് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ കൊമ്പും എല്ലാം വന്നാൽ നിങ്ങൾക്ക് കാണാമല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ഇനി ഒരു മാസത്തിനുള്ളിലായിരിക്കും അടുത്ത വാക്സിൻ നിങ്ങൾക്ക് എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഒരു മാസം വരെയുള്ള അപ്ഡേറ്റ് ഞാൻ തരാം. അത് കഴിഞ്ഞിട്ടും ഫീൽ ഫ്രീ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഫീൽ ഫ്രീ ടു ആസ്ക് മീ. പക്ഷേ ഇത് നമ്മളെല്ലാവരും എടുത്തെങ്കിലാണ് നമുക്കൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഞാനിപ്പം വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് നാളെ തൊട്ട് കുഞ്ഞ് മാസ്കും വേണ്ട, സാനിറ്റൈസും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഇതിൽ 94% ഉള്ള ചാൻസ് 4% പിന്നെയും കിടപ്പുണ്ടാവും. 5% അത് പിന്നെയും നമുക്ക് വരാം. പക്ഷേ വേറെ വന്നാലും അത്രയും സിവിയർ ആയിട്ട് വരില്ല എന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല, നമുക്ക് ലൈഫിൻ്റെ കാര്യമല്ലേ, ദൈവത്തിന് പുരാനെ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിവേ സോ ഫാർ എനിക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്കൊരു കോവിഡ് പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ എനിക്ക് അത്രയും പേടിയില്ല. മറ്റേന്ന് വെച്ചാൽ ഒരു കോവിഡ് പേഷ്യൻറ്റിനെ പോകുമ്പോൾ ആ മുറി കയറുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവമേ നമുക്ക് കോവിഡ് വരുമോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കർ നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങളൊരു നഴ്സാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്, ആരും ആയിക്കോട്ടെ, ഒരു പേഷ്യൻറ്റിനെ കൊറോണ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്, ആ പേഷ്യൻ്റ് റൂമിൽ ചെല്ലുമ്പോൾ ഈ PPE ഒക്കെ ഇട്ട് വെന്തുരുക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് തോന്നുന്നത് ദൈവമേ എനിക്ക് ആ പേഷ്യൻറ്റിൽ നിന്ന് കിട്ടുമോ, ആ കൊറോണ വൈറസിൻ്റെ മേലിൽ പിടിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് സത്യം പറയാലോ ഒരു 100% ഭയങ്കര 100% കോൺഫിഡൻ്റ് ആണ്. എനിക്കിപ്പോൾ ഏത് പേഷ്യൻറ്റിനെയും എനിക്കും ഒരു പേടിയില്ലാതെ, അല്ലെങ്കിലും പേടിയില്ലാതെ എനിക്ക് പോയി പ്രോപ്പർ PPE, ഇനി ഞാൻ പ്രോപ്പർ PPE ഡെഫിനറ്റ്ലി തന്നെ വരെയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്നോട് കുറേ പേര് എന്നെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കി. എല്ലാവരും പറയുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അറിയത്തില്ല. ആയിക്കോട്ടെ, ബട്ട് ഐ ലൈക്ക് ടു ടേക്ക് എ റിസ്ക് ആൻഡ് ഐ എം ടേക്കിംഗ് ഇറ്റ് ആൻഡ് ഐ വിൽ പ്രൂവ് ടു യു വിൽ ഡെഫിനറ്റ്ലി വിൽ ബി എ ഗുഡ് റിസ്ക്. അപ്പം എല്ലാവർക്കും ഞാൻ ഇപ്പോഴും പറയുന്നു, പ്ലീസ് ടേക്ക് ദ വാക്സിൻ. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളൂ. ഡെഫിനറ്റ്ലി ടേക്ക് ദ വാക്സിൻ പ്ലീസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ
നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും ഇൻഫർമേഷൻ ഈ വാക്സിനെ കുറിച്ച് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയെന്ന് ഞാൻ കരുതുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശരിക്കും നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വന്ന് ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ട് ഈ വാക്സിനെ കുറിച്ച്, എന്തായിരുന്നു എൻ്റെ പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രോസസ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ സംശയങ്ങൾ കുറച്ചെങ്കിലും കുറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. കാരണം ഒരുപാട് പേര് പുറത്തുണ്ടാവും, അവർക്ക് ഈ സ്കെപ്റ്റിക്കലായിട്ടിരിക്കുന്ന നമ്മുടെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പേടിച്ച് നിൽക്കുന്നത്. ഇവരൊക്കെ എല്ലാം എനിക്ക് പറയാനുള്ളത്, ഐ ആം കോൺഫിഡൻറ്റ്, നിങ്ങളുടെ ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, ഗോ ആൻഡ് ടേക്ക് ഇറ്റ്. അപ്പം എനിക്ക് അവരുടെ ആ ഒരു ചെറുതെങ്കിലും ഒരു ഡൗട്ട് എനിക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് എൻകറേജ് ദം ആൻഡ് എൻകറേജ് യു. ഐ എം എൻകറേജിങ് യു, പ്ലീസ് ടേക്ക് ദ വാക്സിൻ. അല്ലാതെ നമുക്ക് ഈ കോവിഡിനെ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. സോ നമ്മുടെ മർഫി നമ്മുടെ ആ സ്പീച്ചിൽ പറഞ്ഞ പോലെ തന്നെ this is the beginning of an end of an epidemic, right? Or pandemic. So നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഈ പാൻഡമിക്കിനെ നമുക്ക് ഈ ലോകത്ത് നിന്ന് നമുക്ക് തന്നെ അങ്ങ് തുടച്ചു മാറ്റാം. സോ എല്ലാവരും വാക്സിൻ എടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നും പറഞ്ഞു അത് തന്നെ ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടിച്ചുകൊണ്ട് പറയുമ്പോൾ അതിലല്ല സീരിയസ് കാര്യങ്ങൾ പറഞ്ഞ ഇടയ്ക്ക് പറയില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ വീഡിയോ ആണ്. എനിക്ക് എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാര്യങ്ങളും ആണ് ഞാൻ ഈ വീഡിയോയിലുള്ള നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ അടുത്ത ഒരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ അൽദോസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ.